സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നടന്ന പരിശോധനയിൽ രാസലഹരിയും കഞ്ചാവും പിടികൂടി. കൊല്ലത്ത് 2 ഇടങ്ങളിൽ നിന്ന് MDMAയും വയനാട്ടിൽ നിന്ന് കഞ്ചാവ് മിഠായികളുമാണ് പിടികൂടിയത്. ബോക്സിംഗ് പരിശീലകനായ യുവാവാണ് കൊല്ലം ചവറയിൽ 17 ഗ്രാം MDMAയുമായി പിടിയിലായത്. പന്മന വടുതല സ്വദേശി ഗോകുലിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്തെ മൊത്ത വിതരണക്കാരനിൽ നിന്നാണ് ഇയാൾ MDMA വാങ്ങിയത്. ഇയാൾ വിൽപ്പനക്കാരനാണെന്ന് എക്സൈസ് വ്യക്തമാക്കി. വീര്യം കൂടിയ ഇനത്തിലുള്ള MDMA ആണെന്നാണ് പ്രതി നമുക്ക് മൊഴി നൽകിയിരിക്കുന്നത്. ഗ്രാമിന് 8,000 മുതൽ 10,000 രൂപ നിരക്കിലാണ് ഇയാൾ വിൽപ്പന നടത്തുന്നത്. കൊല്ലത്ത് 12 ഗ്രാം MDMAയുമായി 2 യുവാക്കൾ പോലീസിന്റെ പിടിയിലായി. കൊല്ലം സിറ്റി പോലീസിന്റെ ലഹരിവേട്ടയിലാണ് പ്രതികൾ പിടിയിലായത്. ഇടവ സ്വദേശികളായ സജീവ്, ഡിബിൻ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വയനാട് സുൽത്താൻ ബത്തേരിയിൽ കോളേജ് വിദ്യാർത്ഥികളിൽ നിന്ന് കഞ്ചാവ് മിഠായി പിടികൂടി. ഓൺലൈൻ വഴി വാങ്ങിയതെന്നാണ് വിദ്യാർത്ഥികൾ പോലീസിന് നൽകിയ മൊഴി. 2 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി പോലീസ് പറഞ്ഞു. ഇടുക്കിയിൽ 2 കിലോ കഞ്ചാവുമായി 19കാരൻ പിടിയിലായി. ഇരുമ്പ് പാലത്തിന് സമീപം നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് രാജാക്കാട് ചെരുപ്പുംപുറം സ്വദേശി അഭിനന്ദ് എക്സൈസിന്റെ പിടിയിലായത്. ഇടുക്കിയിൽ 2 ലിറ്റർ ചാരായവുമായി യുവാവ് പിടിയിലായി. കൂട്ടാർ പൂക്കുളത്ത് അമൽ രാജനാണ് ഉടുമ്പൻചോല എക്സൈസിന്റെ പിടിയിലായത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.